പുറപ്പാടിൽ 25-ന്റെ 10 മുതൽ 22 വരെ വിവരിച്ചിരിക്കുന്ന ഉടമ്പടി പെട്ടകം ദൈവത്തിന്റെ ഉടമ്പടിയുടെ അധികാരത്തിന്റെയും കരുതലിന്റെയും പ്രതീകങ്ങളായ ന്യായപ്രമാണത്തിന്റെ പലകകൾ, അഹോരന്റെ വടി, മന്നയുടെ ഒരു പാത്രം എന്നിവ സൂക്ഷിക്കാൻ ദിവ്യനിർദ്ദേശപ്രകാരം രൂപകൽപ്പന ചെയ്ത ഒരു വിശുദ്ധ സ്വർണം പൊതിഞ്ഞ പെട്ടിയായിരുന്നു. എന്നാൽ അതിന്റെ ഭൗതിക രൂപത്തിനപ്പുറം പെട്ടകം ഭൂമിയിലെ ദൈവത്തിന്റെ നിഗൂഢ സിംഹാസനമായിരുന്നു. അവിടെ കരുണയുടെയും ഇരിപ്പിടത്തിനും മുകളിലുള്ള കിരൂബുകൾക്കിടയിൽ അവന്റെ സാന്നിധ്യം വസിക്കും. ദൈവം അവിടെ ഞാൻ നിന്നെ കാണും എന്ന് പ്രഖ്യാപിച്ചു. പെട്ടകത്തെ ഒരു പ്രതീകമായി മാത്രമല്ല, ദിവ്യമഹത്വം കുടികൊള്ളുന്ന സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അക്ഷരാർത്ഥത്തിലുള്ള സ്പർശന ബിന്ദുവാക്കി അതിന് അമാനുഷിക ശക്തി ഉണ്ടായിരുന്നു. ജോർദാൻ നദി വിഭജിക്കുകയും യുദ്ധത്തിൽ വിജയം കൊണ്ടുവരികയും തെറ്റായി കൈകാര്യം ചെയ്യുമ്പോൾ ന്യായവിധിക്ക് കാരണമാകുകയും ചെയ്തു. എന്നിട്ടും അത് രഹസ്യത്തിൽ മൂടപ്പെട്ടിരിക്കുന്നു, അതിവിശുദ്ധത്തിൽ മറഞ്ഞിരിക്കുന്നു. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം പ്രവേശിക്കാൻ കഴിയുന്നതായിരുന്നു. ദൈവത്തിന്റെ സ്വഭാവം പെട്ടകം വെളിപ്പെടുത്തുന്നു. അന്തർലീനമാണെങ്കിലും സമീപിക്കാൻ കഴിയാത്തതും കരുണാമയമെങ്കിലും വിശുദ്ധമാണ്. അതിന്റെ തിരോധാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിഹരിക്കപ്പെടാത്ത ആത്മീയ പ്രഹേളികളിൽ ഒന്നായി തുടരുന്നു. ദൈവത്തിന്റെ യഥാർത്ഥ വാസസ്ഥലം ഒരു പെട്ടിയിലല്ല, മറിച്ച് അവരുമായി ഉടമ്പടിയിൽ നടക്കുന്നവരുടെ ഹൃദയങ്ങളിലാണ് എന്ന ആഴമേറിയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു.